ഡോക്ടർ മോഹൻ റോയ്. എന്താണ് ഈ കൊലപാതകം എന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാക്ഷസീയം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. 5 മൃതദേഹങ്ങളും വികൃതമാക്കപ്പെട്ട നിലയിലാണ്, മുഖത്ത് ചുറ്റിക കൊണ്ട് അടിച്ച നിലയിലാണ്. എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയാണെന്ന് ഓർക്കണം. ഏതെങ്കിലും വിദൂര ബന്ധമുള്ളവരോ അല്ലെങ്കിൽ പരിചയക്കാരോ അല്ല, അപരിചിതരല്ല, മറിച്ച് പ്രാണന തുല്യം സ്നേഹിച്ച പ്രണയിനി, കുഞ്ഞുനാൾ മുതൽ കൂടെ കൂട്ടിയ കുഞ്ഞ് അനിയൻ, ഇവരെയൊക്കെ അങ്ങേയറ്റം ഭീകരമായ വിധത്തിൽ തല തല്ലിപ്പൊളിച്ച് കൊല്ലുന്നത് എന്ത് തരം മാനസികാവസ്ഥയാണ്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആ നിലയിൽ എത്തിപ്പെടുക? ഇതിൽ പല ഘടകങ്ങളുണ്ട്. ഇതിൽ ലഹരിയുടെ സ്വാധീനം, ഈ വയലൻസ് കണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് മുതിർന്നവർക്ക് സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ, അതിനവരെ നമ്മൾ പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു 2025 കുറ്റകൃത്യങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ജനറേഷനെ ഇങ്ങനെ പ്രായം വെച്ച് വേർതിരിച്ചുള്ള ഒരു ജെൻ സെഡ് എക്സ് എന്നൊക്കെ പറയുന്ന ജനറേഷനുകളും, അതോടൊപ്പം ഈ വർഷം നമുക്ക് കിട്ടിയൊരു വാക്കുണ്ടല്ലോ, ഈ തന്ത വൈബ് എന്ന് പറയുന്നത്. അതായത് ഉപദേശിക്കുകയോ ബാക്കിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്ത വൈബെന്നും തള്ള വൈബെന്നും പറയുന്നവരുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഇതൊരു ന്യൂജൻ വൈബാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിലൊരു പ്രധാന പ്രശ്നം, നമ്മളെ അടുത്ത കാലത്ത് ഉണ്ടായ കുറച്ച് ചലച്ചിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയോ. അതിൻ്റെ പേരൊന്നും പറഞ്ഞ് അവയെ വീണ്ടും മഹത്വവൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് പല ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങളിലും ഉള്ളത്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിലൊരു കൊച്ചു കുട്ടിയുടെ തല ഗ്യാസ് കുറ്റി കൊണ്ട് ഇടിച്ച് ചതയ്ക്കുന്ന ഒരു ക്രൈം കേരളത്തിലുണ്ടായതായി എനിക്കറിയില്ല. ആർക്കെങ്കിലും അത് അറിയാവുന്നവരുണ്ടെങ്കിൽ തിരുത്താം. അതുപോലെ തന്നെ ഒരു പൂർണ്ണ ഗർഭിണിയായ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയുടെ വായിലേക്കൊരു കത്തി കുത്തി ഇറക്കുന്നതും ഭ്രൂണത്തെ പുറത്തെടുക്കുന്നത് കൊണ്ടും അല്ലെ, പണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത എങ്ങാനുണ്ട്, അതുകൊണ്ട് അരിശം തീരാത്തവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ എഡിറ്റർ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടത്, അദ്ദേഹം വന്നിരുന്നൊരു ചെറുപുഞ്ചിരിയോടുകൂടി പറയുകയാണ് ഇതിനേക്കാൾ വയലൻസൊക്കെ അതിലുണ്ടായിരുന്നു, അതായത് തലച്ചോറൊക്കെ പുറത്തെടുത്ത ദൃശ്യങ്ങളുണ്ട്, ഞങ്ങൾ അതൊക്കെ അങ്ങ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയും സിനിമയിൽ നിന്നാണോ സമൂഹത്തിലേക്ക് വരുന്നത്, സമൂഹത്തിൽ നിന്നാണോ സിനിമയിലേക്ക് വരുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ വയലൻസ് കണ്ടു വളരുന്നവർക്ക്, വയലൻസിലൂടെ കടന്നു പോകുന്നവർക്ക് അതിനോടുള്ള ഒരു സംവേദനത, സെൻസിറ്റിവിറ്റി കുറയും. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പോലീസ് ട്രെയിനിങ്ങിൽ SI സെലക്ഷനും പോലീസ് കോൺസ്റ്റബിൾമാരെ ഒക്കെ ട്രെയിൻ ചെയ്യുന്നവരുടെ പരിശീലനത്തിൻ്റെ ഒരു കാലത്ത് മോർച്ചറിയിൽ വരാറുണ്ട്. അപ്പോൾ മോർച്ചറിയിൽ വരുമ്പോൾ, ഞാൻ പോലീസ് സർജനായിട്ട് 2-2.5 വർഷത്തോളം ജോലി ചെയ്ത ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആദ്യത്തെ ദിവസമൊന്നും ഇവർക്ക് അവിടെ നിൽക്കാനൊന്നും സാധിക്കില്ല. അവർക്ക് ഓക്കാനം ഉണ്ടാവും, ചിലരൊക്കെ അപ്പോഴേ ഇറങ്ങി ഓടും. പക്ഷേ അവരൊക്കെ കാലാന്തരത്തിൽ നല്ല ഒന്നാം തരം ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ വയലൻസ് കാണുമ്പോൾ അതിനോടുള്ളൊരു സംവേദനം കുറയുകയും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയും വരും. പിന്നെ ഇതിലുള്ളത് ലഹരിയുടെ ഒരു സ്വാധീനമാണ്. ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ തന്നെയുള്ള ഒരു വ്യക്തി ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടത്, ആ ഭാഗത്തൊക്കെ ലഹരി വളരെ കൂടുതലാണെന്നാണ്, ലഹരി വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ ലഹരിയും ഇത്തരത്തിലുള്ള ഈ സീനുകൾ കാണുന്നതും കുട്ടികളുടെ വ്യക്തിത്വ പ്രശ്നങ്ങളുമൊക്കെ. ഇപ്പം ഈ വ്യക്തിയുടെ ഒരു നേരത്തെയുള്ള ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 1-2 പ്രാവശ്യത്തെ ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഒരു സമ്മർദ്ദമോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. നോക്കൂ, എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് നാം പറയുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ഉൾപ്പെടെ, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ ഇത് എങ്ങനെ നേരിടണമെന്ന് പ്രാപ്തനാക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നാമും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. സമൂഹം ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള പല ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും ഇവിടെ അഹാൻ എന്ന ഈ കൊലപാതകി മാർക്കോ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അതിൻ്റെ സ്വാധീനമുണ്ടോ ഇല്ലയോ തുടങ്ങിയവയൊക്കെ മറ്റ് വിഷയങ്ങളാണെങ്കിൽ പോലും, ഞാൻ പൊതുവെ സിനിമയെ അങ്ങനെ മോറലിസ്റ്റിക്കായി സമീപിക്കുന്ന ആളെയല്ല. പക്ഷേ സിനിമ അല്ലെങ്കിൽ കല സാമൂഹ്യ കുറ്റകൃത്യമാവുന്ന നിലയിലേക്ക്, വയലൻസിനെ നോർമലൈസ് ചെയ്യുന്ന വിധത്തിലേക്ക് വരുന്നത് സമൂഹത്തിൽ ആപത്തുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ ഒരു കേസ് വെച്ചല്ല പറയുന്നത്. അതിനപ്പുറത്ത് ഹിംസ സാധാരണവൽക്കരിക്കപ്പെടുന്നത് ഏത് സമൂഹവും ആശങ്കയോടുകൂടി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്.